ആദ്യം ഞാൻ കുറച്ച് ചാട്ട് കഴിക്കട്ടെ, പിന്നെ ക്യാരറ്റ് കഴിക്കാൻ പോവാം. എടാ ചുൾബുൾ, നിനക്ക് ചാട്ട് വേണമെങ്കിൽ വേറൊരു പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചൂടെ? എന്റെ പ്ലേറ്റ് എന്തിനാ നീ വെറുതെ തട്ടിപ്പറിച്ചത്? ഞാൻ എപ്പോഴാ തട്ടിപ്പറിച്ചത്? എടാ ചിട്ടു, ആവശ്യമില്ലാതെ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ദേ നോക്ക് ചുൾബുൾ, നിന്റെ ഈ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് പോവാ. ആ വേഗം ചെല്ല്. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ചാട്ട് കഴിച്ചോളാം. എന്റെ ചാട്ടെടുക്കാനായോ നീ? അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. എവിടുന്ന് വന്നത്? ഇനി ഞാൻ എന്ത് ചെയ്യുമ്പോ? ഇവൻ ഭയങ്കര അപകടം പിടിച്ചവനാണോ? Roboboy suit on. Roboboy suit on. ഗുഡ് മോർണിംഗ് അങ്കിൾ ആൻഡ് ആന്റി, നിങ്ങൾക്ക് സുഖമല്ലേ? എടാ ബണ്ടി, എന്താ പിച്ചും ചെയ്യാൻ പറയുന്നത്? നീയല്ലേ വീറിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞത്? അച്ഛാ, ഇവൻ റോബോട്ടാണ്, റോബോട്ട്. ഞാനതിന്റെ കണ്ണോണ്ട് കണ്ടതാ. വീർ, നീ റോബോട്ടിനെ പോലെ നടന്നു കാണിച്ചേ. ഞങ്ങള് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത് ബണ്ടി കണ്ടെന്നാ തോന്നുന്നത്. ദേ ഇത് കണ്ടോ ഇങ്ങനെ. എന്താ ബണ്ടി ഇതൊക്കെ? എന്തിനാ നീ ഞങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നേ? വീറിന് ഒരു കുഴപ്പമില്ല. ബണ്ടിയുടെ അമ്മേ, ആദ്യം ഇവിടുന്ന് നീ ഇവനെ വിളിച്ചോണ്ട് പോ. ഞാനൊരല്പം ഡാൻസ് കളിച്ചിട്ട് വന്നേക്കാം. നിക്ക്, ഇവര് നമ്മളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നോട് ഇവിടുന്ന് പോകാനാ പറഞ്ഞത്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഒരു വിധത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ശരി വാ, നമുക്ക് വേഗം തന്നെ വീറിനെ ശരിയാക്കാം. ഞാൻ അവനെ റൂമിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നാലോ? അല്ല, ഞാനിവിടെ എന്തെടുക്കാണ്? മറന്നുപോയി. ഞാനിതെങ്ങനെ എവിടെ എത്തിയത്? വീർ, ഇങ്ങോട്ട് വന്നേ. നീ സത്യം ഒന്ന് തുറന്നു പറഞ്ഞേ. നീ റോബോട്ടാണോ അല്ലയോ? വീർ, അല്ല, ഇവൻ എന്തിനാ എന്നെ അങ്ങനെ വിളിക്കുന്നത്? മറന്നുപോയി. ഇവൻ എന്താ ഈ പറയുന്നത്? കണ്ടോ, അവന്റെ മെക്കാനിസം വീണ്ടും പ്രോബ്ലം ആയിരിക്കാ. ചേടാ, ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് ചാട്ട് വാങ്ങിച്ചു തരാം. അതെ, നിന്റെ പേര് വീറെന്നാണ്, പിന്നെ എന്റെ പേരാണ് ബണ്ടി. വരൂ കൂട്ടുകാരാ, നമുക്ക് പോയി ചാട്ട് കഴിക്കാം. വേഗം നടക്ക്. ഓ നോ, എനിക്ക് തോന്നുന്നത് വീർ ഈ ജനാല വഴി പുറത്തേക്ക് പോയിന്നാ. വാ, നമുക്ക് അകത്ത് നിന്ന് ചാട്ട് കഴിക്കാം. അകത്തേക്ക് ചെന്നോ.
അവസാനം അവൻ കുടുങ്ങി. ഞാൻ ഓടിച്ചെന്ന് എന്റെ അച്ഛനും അമ്മേനും വിളിച്ചോണ്ട് വരാം. ഇപ്പൊ തന്നെ വരാം. എന്നിട്ട് ഇവൻ വീറല്ല റോബോട്ട് അത് കാണിച്ചു കൊടുക്കാം. അല്ല എന്താ ഇതൊക്കെ? ഇവിടെ ആരും ഇല്ലല്ലോ. ചാട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഇവിടെ ഇല്ലല്ലോ. എന്ത് ഫ്രണ്ട്ഷിപ്പാ ഇത്? ഞാൻ ഇവിടുന്ന് പോവാ. കളിക്കാൻ പോവാ. ബോസ് ബോസ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ വീറിനെ പിടിച്ച് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതെ ബോസ്. എന്റെ ചാട്ട് നീ തട്ടിക്കളഞ്ഞല്ലേ? എന്നെ രക്ഷിക്കണേ ബോസ്. കണ്ടുപിടിക്കട്ടെ. അണ്ടർ വാട്ടർ സ്യൂട്ട് ഓൺ. ഇംലി ചുൾബുൾ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇപ്പൊ വന്നേക്കാം. വാ, നമുക്കും അവന്റെ കൂടെ അങ്ങ് പോയേക്കാം. അവൻ നമ്മളോട് വരണ്ടെന്നല്ലേ പറഞ്ഞിട്ട് പോയത്? എന്നാ നീ വരണ്ട, ഞാൻ പോയിട്ട് വന്നേക്കാം. വേണ്ട വേണ്ട വേണ്ട, എന്നാ ഞാനും വരാം. കൊള്ളാലോ, മത്സ്യങ്ങളുടെ ജീവിതം എത്ര സുഖകരമാണല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നത്. എമിലി, നമ്മളിപ്പോ എവിടെയാ വന്നിരിക്കുന്നത്? നിങ്ങളിത് കണ്ടോ? വലിയൊരു മീൻ വരുന്നുണ്ട്. ഓടിക്കോ. അയ്യോ, പേടിയാവുന്നു. ഈ രാക്ഷസ സ്രാവിത് എവിടുന്നാ വന്നേ? ചെണ്ടു, എന്തേലും ചെയ്യേ. വേഗം ഓടിക്കോ, രക്ഷപ്പെട്. ജലശക്തി വെച്ച് കരണ്ട് ഉണ്ടാക്കാണല്ലേ? അപ്പൊ വെള്ളം കുറഞ്ഞു പോകാൻ ഇതാണല്ലേ കാരണം? അതെ, ഇതെല്ലാം എന്റെ കണ്ടുപിടുത്തമാണ്. ഇനി നിങ്ങളുടെ സിറ്റിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായോ എന്ന്? കാരണം ഞാൻ മാഡാണ്. വെരി വെരി മാഡ്. ഇന്നൊരു കാരണവശാലും നിന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല വീർ. എന്നാൽ എനിക്കത് കാരണം. നീ എങ്ങനെ എന്നെ തടഞ്ഞു നിർത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സേഫ്റ്റി മോഡ് ഓൺ ചെയ്യണം മരമണ്ട. വായെ നോക്കി നിൽക്കാതെ റിമോട്ട് എടുത്ത് സ്വിച്ച് ഞെക്കണ. എത്രയും വേഗം അവന്റെ പവർ ഓൺ ചെയ്യേ. വേഗം താഴെയുള്ള റെഡ് ബട്ടൺ അമർത്തട. റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു ബോസ്. നീ പ്രാവശ്യം രക്ഷപ്പെടില്ല. കാണിക്കാൻ പോവാണോ? ഒന്ന് സമാധാനിക്ക്. ഇങ്ങനെ ഊഞ്ഞാലാടാൻ നല്ല രസമുണ്ട്. മമ്മി മമ്മി മമ്മി, ബീർ ആകാശത്തുള്ള റെയിൻബോ ഗാർഡനിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. സത്യമായിട്ടും എന്നെ കൊണ്ട് ആ റെയിൻബോയിൽ കളിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. എന്ത് മണ്ടത്തിലാടാ നീ പറയുന്നേ? റെയിൻബോ ആർക്കെങ്കിലും താഴെ കൊണ്ടുവരാൻ പറ്റുമോ? അതേ മമ്മി, ദേ അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. ബണ്ടി, വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കരുത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് സമയം കളയാൻ വന്നോളൂ. വരൂ സർ, നമുക്ക് വേഗം അങ്ങ് പോയേക്കാം. സാർ, മാഡം, വീറും ചിണ്ടും എമിലിയും ഗാർഡനിലെ റെയിൻബോയിൽ കയറി കളിക്കുക. അതേന്നേ, ഞാൻ കാര്യമായിട്ട് പറയാ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കണം. ദേ, അവരാ ഗാർഡനിലുണ്ട്. റെയിൻബോയില അവർ ഊഞ്ഞാലാടുന്നത്. സത്യം. ശരി വാ, നമുക്ക് പോയി നോക്കാം. നീ പറയുന്നത് എങ്ങാനും കള്ളമാണെന്നുണ്ടെങ്കിൽ വേം വാ, വേം വാ. ഇത് നല്ല രസമുണ്ടല്ലോ. അമേസിംഗ്.
ശരിക്കും ഇതൊരു മാജിക് തന്നെയാ. ആഹാ റെയിൻബോ സ്ലൈഡ് സംഗതി കൊള്ളാലോ. വണ്ടി ഇവിടുന്ന് ഓടിപ്പോക്കോ, അല്ലെങ്കിൽ നിന്നെ അടിച്ചു പുറത്താക്കും. ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എനിക്കും ഇതിൽ ഊഞ്ഞാലാടണം. ഈ ഗാർഡൻ എല്ലാവർക്കും ഉള്ളതാണ്, മനസ്സിലായല്ലോ? അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തികിടം ദം ദമാദം. ഇനി നിന്റെ കാര്യം പോക്കാം. അങ്ങോട്ട് നോക്ക്, നീ പേടിച്ച് ഓടിവിടുന്നു. എനിക്കാരെയും പേടില്ലടാ. ആര് വന്ന് എന്നെ പേടിപ്പിച്ചാലും ഞാൻ പേടിക്കില്ല, മനസ്സിലായോ? രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കേ. അയ്യോ അയ്യോ, രക്ഷിക്കേ. ചിണ്ടു, ദേവി ഇതൊന്ന് മതിയാക്ക്. നിന്റെ മാജിക് ഒന്ന് നിർത്ത്. അവരെല്ലാം കണ്ടിട്ട് എന്ത് പറയും? എന്റെ ഇഷ്ടം പോലെ ഞാൻ കളിക്കും വീർ. ജനങ്ങൾ പറയുന്നത് ഞാൻ കണക്കാക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തിനു മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണം? എന്റെ മനസ്സിന് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ കാര്യം. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നീയും ചെയ്യുന്നത്. ചിണ്ടു, പിന്നെ നീ വേണം ഇതിനൊക്കെ ഉത്തരം പറയാൻ, അത് മറക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. എല്ലാം എന്റെ കാര്യ. നീ എന്നെ തടഞ്ഞു നിർത്തേണ്ട കാര്യമില്ല. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടുന്ന് പൊക്കോ. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിർത്താനാ പറഞ്ഞത്. ചിണ്ടു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇത്രയൊക്കെ ചെയ്ത് നീ എനിക്കൊരു ക്യാരറ്റും കൂടി തരുമോ? ഹലോ ഹലോ, അത് എന്റെ ക്യാരറ്റാണ്. അത് എനിക്ക് വേണ്ടി വീണ ക്യാരറ്റാണ്. ഇതാ. അയ്യോ, ഇതെന്താ? ഞാൻ കാണുന്ന സത്യം തന്നെയാണോ? റെയിൻബോയിൽ ഒരു സ്ലൈഡോ, അതിൽ ഊഞ്ഞാലും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മോൻ പറഞ്ഞ ശരിയാ. ഇതെങ്ങനെ സംഭവിച്ചു? അതെ, കാര്യം ശരിയാ.